മാം ഒരു ഹീറ്ററിന് വേണ്ടി ഒരു എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മാം? അതെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാമിന് എപ്പോഴാണ് നമ്മുടെ ഷോറൂമിലേക്ക് ഒന്ന് വരാൻ സാധിക്കുക? അത് ഞാനിപ്പോ നോക്കുന്നില്ല, അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അതെയോ മാം? എന്തുകൊണ്ടാണ്? എന്തെങ്കിലും റീസൺ ഉണ്ടോ? അത് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതെയോ? ഓക്കെ മാം, ആക്ച്വലി നമ്മുടെ അതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അത് അങ്ങനെ ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് ആ പൈസ വരുന്നത് മാം. ഇല്ല കുഴപ്പമില്ല, ഞാനിപ്പോ നോക്കുന്നില്ല അത്. അതെയോ? ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഇങ്ങനെയാണോ സെയിൽസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ സെയിൽസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസിംഗ് നടക്കില്ല. പ്രൈസ് ഒബ്ജക്ഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് കൃത്യതയോടുകൂടി പഠിക്കേണ്ട സംഗതിയാണ്. നിങ്ങൾ സെയിൽസുകാരാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈസ് ഒബ്ജക്ഷൻ ടാക്കിൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. ക്ലോസിംഗ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രൈസ് ഒബ്ജക്ഷൻ ടാക്കിൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാം. മാമിൻ്റെ കൺസേൺ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മാമിൻ്റെ കൺസേൺ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നത് ശരിക്ക് അവിടെ കൊടുക്കുന്ന ഒരു കമ്പാറ്റബിലിറ്റിയാണ്. നമ്മളതിലേക്കൊന്ന് യോജിക്കുകയാണ് ചെയ്യണത്. മാം നോക്കിയ ബ്രാൻഡും നോർമൽ ബ്രാൻഡും വെച്ച് നോക്കുമ്പം പൈസ സ്വല്പം കൂടുതലാണ്. വി ആർ ആക്ച്വലി എഗ്രീയിങ്. കാരണം നമുക്കത് മാറ്റി പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് ഡെഫിനറ്റ്ലി അവരുടെ പ്രൈസ് കൂടുതലായിരിക്കും. മാം ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ലോങ് ടേം ബെനിഫിറ്റ്സും പെർഫോമൻസും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മാമിന് ശരിക്കും ഇതൊരു സേവിങ്സ് ആണ്. കാരണം ഒരു 5 വർഷത്തേക്ക് ഉള്ളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാം കരുതിയാൽ മതി. സോ വി ആർ ആക്ച്വലി ഗിവിങ് എൻ എഷ്വറൻസ്. കാരണം എഷ്വറൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാം. അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മെയിൻ്റനൻസും റീപ്ലേസ്മെൻ്റ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മാം മിക്കവാറും കസ്റ്റമേഴ്സ് ഈ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. വി ആർ ഗിവിങ് എ ട്രസ്റ്റ്, ഒരു കൺവിക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് മാം. ഈ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ ഒഫീഷ്യൽ വാറണ്ടിയും അതുപോലെ തന്നെ ഓൺ ടൈം ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ മാമിന് ഡെഫിനറ്റ്ലി നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. വി ആർ ഗിവിങ് എ സ്ട്രോങ് സപ്പോർട്ട്. സോ നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു പ്രൈസ് ഒബ്ജക്ഷൻ നമ്മൾ ടാക്കിൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഫോർമുലയാണ് പ്രൈസ് ഒബ്ജക്ഷൻ ഇസ് ഈക്വൽ ടു കാറ്റ്സ്. കാറ്റ്സ് മീൻസ് കമ്പാറ്റബിലിറ്റി നമ്പർ 1, എഷ്യൂറൻസ് നമ്പർ 2 ആൻഡ് ട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊരു പ്രൈസ് ഒബ്ജക്ഷനും നമുക്ക് ടാക്കിൾ ചെയ്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും.